ഹലോ ഗൈസ്, നിങ്ങൾ ഈ കാണുന്ന പിക്ചർ കണ്ടോ? ഇതിൽ എൻ്റെ പഠിക്കുന്ന കാലത്തിലുള്ള മുടിയാണ്. പിന്നെ ഇപ്പോൾ കാണുന്നത് എൻ്റെ കറൻലി ഉള്ള ഹെയറാണ്. ഇത് ഇങ്ങനെ ആയിട്ടുള്ളത് എൻ്റെ അമ്മ കാച്ചി തരുന്ന എണ്ണയുടെ ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഡെലിവറി കഴിഞ്ഞിട്ട് അത്യാവശ്യം മുടി കൊഴിച്ചിലും കാര്യങ്ങളുണ്ടായിരുന്നപ്പോൾ ഞാൻ വീണ്ടും അത് യൂസ് ചെയ്യാൻ തുടങ്ങി. 1 മന്ത് കൊണ്ട് എനിക്ക് നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റിസൾട്ട് ഉണ്ടാവണമെങ്കിൽ എണ്ണ മാത്രം കാച്ചിയാൽ പോരാ, നമ്മൾ ഹെയർ അതുപോലെ ട്രീറ്റ് ചെയ്യാനും കൂടി പറ്റണം. അപ്പോൾ ഡെയിലി മസാജ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ വിരലിൻ്റെ തുമ്പ് വെച്ചിട്ട്, നഖമല്ല തുമ്പ് വെച്ചിട്ട് മസാജ് ചെയ്ത് കൊടുക്കണം. ഞാൻ ചെയ്യുന്ന രീതിയാണ് ഈ കാണിക്കുന്നത്. ഇപ്പം മുടി കൊഴിച്ചിലില്ല എന്ന് തന്നെ വേണേൽ പറയാം. അത് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നത് കയ്യോന്യം, കറ്റാർവാഴ, മൈലാഞ്ചി, തുളസി, വേപ്പില, പിന്നെ കരിഞ്ജീരകം, 2 മണി കുരുമുളക്, ഉലുവ, ചെമ്പരത്തിയുടെ പൂവ്, അതിൻ്റെ കൂമ്പ്, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ്. കയ്യോന്നിയാണെങ്കിൽ വേര് സഹിതം എടുത്തിട്ട് വേണം നമ്മൾ എണ്ണ കാച്ചാൻ വേണ്ടി ഉപയോഗിക്കേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ എല്ലാം ഉലുവയും കുരുമുളകും കരിഞ്ജീരകം ഒഴിച്ച് ബാക്കി എല്ലാം കൂടി ഒരുമിച്ച് മിക്സിയിലിട്ട് അരച്ചെടുക്കുക. ബാക്കി കുരുമുളക്, ഈ കരിഞ്ജീരകവും ഉലുവയും സെപ്പറേറ്റ് അരച്ച് മാറ്റി വയ്ക്കുക. അതിനുശേഷം നമ്മൾ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി ഉപയോഗിക്കുന്നത്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി എടുത്തിട്ട് വേണം നമ്മളിതെല്ലാം കാച്ചാൻ വേണ്ടിയിട്ട്. ഇരുമ്പിൻ്റെ ചീനച്ചട്ടി അടപ്പത്ത് വയ്ക്കുക. അതൊന്ന് ചൂടായിട്ട് നമ്മൾ ഈ ആദ്യം പറഞ്ഞ എല്ലാ ഇലകളും അരച്ചത്, ആ അരച്ച പാക്ക് ചീനച്ചട്ടിയിലിട്ട് ചൂടാക്കണം. അത് ചൂടായി വരുമ്പോഴേക്കും എന്ത് വേണം, നമ്മൾ വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ച് മിക്സ് ചെയ്യുക. എന്നിട്ടത് കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക നമ്മൾ. ഓക്കെ, അതെങ്ങനെ ഇളക്കി നമ്മളെന്താ പറയുക, ഒരുവിധം ആയി എന്ന് കാണുമ്പോൾ അതിലേക്ക് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, അരച്ച് വെച്ചിരിക്കുന്ന കരിഞ്ജീരകവും ഉലുവയും കൂടി ചേർത്ത പാക്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അതെല്ലാം കൂടി ഒന്നുകൂടിയൊക്കെ അതിൻ്റെ വേവ് ആയി വരിക എന്ന് കാണുമ്പോൾ അതിലേക്ക് 2 മണി കുരുമുളക് ഇട്ട് കൊടുക്കാം. കുരുമുളക് ആദ്യം ചേർക്കേണ്ടത്, ചിലപ്പോൾ അതിൻ്റെ കുത്ത് കാര്യങ്ങൾ എടുക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ആദ്യം ഇവിടെ പുകച്ചിലുണ്ടാവും, അതുകൊണ്ടാണ് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ടാൻ മതി എന്ന് പറയുന്നത്. എണ്ണ ഓഫ് ചെയ്യേണ്ട പാകം ഞാനൊരു മണൽ പരിവുണ്ട്, നമ്മുടെ ആ ചട്ടിയുടെ സൈഡിലൊക്കെ തരിതിരി പോലെ വരുന്ന മണൽ പരുവത്തിൽ എണ്ണ ഓഫ് ചെയ്യും. എന്നിട്ടത് തണുപ്പാറാൻ വയ്ക്കുക. പിറ്റേ ദിവസം നമുക്ക് അരിച്ചൊരു തുണിയിൽ പിഴിഞ്ഞ് കുപ്പിയിലോട്ട് പകർത്താം. സത്യം പറഞ്ഞാൽ എനിക്ക് ആ പിഴിയുന്നതിൽ ഞാൻ വീഡിയോസ് എടുക്കാൻ പറ്റില്ല, കാരണം വാവ ഉറങ്ങുന്ന സമയത്ത് അതൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഞാൻ കുപ്പിയിലോട്ട് മാറ്റി. നമുക്ക് ശരിക്കും ഒരു പച്ച കളറിലായിരിക്കും എണ്ണ കിട്ടുക. കരിഞ്ജീരകം അധികം കൂട്ടരുത്, കാരണം അധികം കൂട്ടിക്കഴിഞ്ഞാൽ എണ്ണയുടെ കളർ തന്നെ മാറിപ്പോവും. എന്നിട്ട് ഇതുപോലെ പകർത്തി വെച്ചിട്ട് നമുക്ക് ഉപയോഗിക്കാം. ആ ചെറിയ കുപ്പിയിൽ ഓൾറെഡി എൻ്റെ ഉപയോഗിച്ച് കഴിഞ്ഞു. അപ്പോൾ എന്നെക്കൊണ്ടാകുന്ന രീതിയിൽ ഞാൻ പറഞ്ഞു തന്നെ കേട്ടോ. ഇത് കൂടുതൽ എക്സ്പ്ലെയിൻഡ് ആയിട്ട് ഞാൻ ഇന്നൊരു വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ എഫക്റ്റീവായി എന്ന് തോന്നിയതാണിത്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഓക്കെ ആണെങ്കിൽ എന്നെ അറിയിക്കണേ. താങ്ക് യു. ഞാൻ ചെയ്യുന്നതാണ് കേട്ടോ. ഓക്കെ, താങ്ക് യു.